ഓ, അതാണോ കാര്യം? അയാളെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ഇവിടെ അമ്മയും ശ്യാമും ഒക്കെ പറയുന്നത് കേട്ട് ചില കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ അയാൾ തന്നെ പറയുന്നത് കേട്ട് അയാളുടെ പ്രശ്നവും മനസ്സിലാക്കി. വിക്രം കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരൻ. അയാളുടെ ഭാര്യ വർഷ. ഈയിടെ അയാളും ഭാര്യയും കൂടി എവിടെ ടൂറ് പോയത്രേ. അവിടെ വെച്ച് അയാളുടെ ഭാര്യ കാൽ വഴുതി ഒരു കൊക്കയിൽ വീണു. വർഷയെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. അവള് മരണപ്പെട്ടെന്നാ വിക്രം വിശ്വസിക്കുന്നത്. ആ കാര്യം ശ്യാമിനെ അറിയിക്കാനാ അയാള് വന്ന്. അയാള് വിചിത്രമായ ഒരു കഥാപാത്ര. ഇത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണക്കറ്റ സ്വത്തും സ്ഥാനമാനങ്ങളും ഉള്ളവനാ. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് 9 ഭാര്യമാരെ കിട്ടാനും പ്രയാസമില്ല. എന്നിട്ടും വർഷയുടെ പേര് പറഞ്ഞ് ചങ്ക് പൊട്ടി കരയുന്നത് കണ്ടാ നമുക്ക് തന്നെ സങ്കടാവും. കണ്ടില്ലേ, അത് പറഞ്ഞു കേട്ട അമ്മുവിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. ആ സ്ഥിതിക്ക് അയാളുടെ സങ്കടം നേരിൽ കാണുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? സത്യം പറഞ്ഞ ഞാനും ശ്യാമും അമ്മയും ഒക്കെ കരഞ്ഞുപോയി. അതുപോലൊരു ദുർവിധി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അയാൾ ഇനിയും വരുമോ? വരും. ശ്യാമിന്റെ ബദ്ധ ശത്രുവായിരുന്ന വിക്രം ഇപ്പൊ അവന്റെ ഉറ്റമിത്രമായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് സങ്കടങ്ങൾ പങ്കുവെക്കാൻ അയാൾ ഇനിയും വരും. ആ വരവ് ഒഴിവാക്കാമായിരുന്നു. വിക്രമിന്റെ വരവ് ഒഴിവാക്കാനോ? അതുകൊണ്ട് അമ്മൂന് എന്താ നേട്ടം? അല്ല, അത് പിന്നെ ഇനിയും മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കേട്ട് ഇവിടെ ഉള്ളവര് സങ്കടപ്പെടരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ.